നമുക്കൊരു ലോങ് ജേർണി ആവാല്ലേ. ആദ്യം തന്നെ സ്റ്റാർബക്സിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന് എനർജറ്റിക് ആയി. ബിക്കോസ് നമുക്കൊരു 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഞാനല്ല, എന്നാലും കാറിലിരിക്കാനും നമുക്ക് എനർജി വേണം. ഇംഗ്ലണ്ടിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള കോൺവോളിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് ടൈം ആണ് കേട്ടോ ഞാൻ കോൺവോളിലോട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ കവർ ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ഥലങ്ങളും ഇപ്രാവശ്യം കവർ ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ആദ്യത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ ടിൻഡാജൽ കാസിലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര വിൻഡി ആയതുകൊണ്ട് കാസിൽ ക്ലോസ്ഡ് ആയിരുന്നു. കാസിലോട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കടൽ തീരത്തെ പാറകളുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് കേട്ടോ ടിൻഡാജൽ കാസിൽ. കിങ് ആർത്തർ ഇവിടെയാണ് ജനിച്ചതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ചുറ്റുമുള്ള പച്ചപ്പും കടലിന്റെ നീല നിറവും ചേർന്നിട്ട് ഈ ഒരു പ്ലേസിന് ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെ കൊടുക്കുന്നുണ്ട്. ഈ പാറക്കെട്ടുകളുടെ മുകളിലൂടെ നിന്ന് കടലിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ മന്ത് മെയ്, ജൂൺ പിന്നെ സെപ്റ്റംബർ ആണ്. ശരിക്കും ഞാനൊരു റോങ് ടൈമിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു വിൻഡില് ഞാൻ പറന്നു പോകുന്ന വരെ എനിക്ക് തോന്നി. കുറച്ചധികം ആയതുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നാലും ആവശ്യത്തിന് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. കോൺവോൾ വരെ വന്നിട്ട് അവിടുത്തെ ട്രഡീഷണൽ ഡിഷായ കോർണിഷ് പാസ്റ്റി കഴിക്കാണ്ട് എന്താ അല്ലേ. അങ്ങനെ ഞാനും ട്രൈ ചെയ്തു അവിടുത്തെ ഫേമസ് ഡിഷായിട്ടുള്ള കോർണിഷ് പാസ്റ്റി. സംഭവം അടിപൊളി ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.